കനകക്കുന്ന് കൊട്ടാരം. തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാൾ 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കൊട്ടാരം രാജകീയ വിരുന്നുകൾക്കുള്ള പ്രധാന വേദിയായി പ്രവർത്തിച്ചു. പിന്നീട് തിരുവിതാംകൂറിലെ ജനപ്രിയ ഭരണാധികാരികളിൽ ഒരാളായ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് കൊട്ടാരം പുതുക്കി പണിയുകയും പരിസരത്ത് ടെന്നീസ് കോർട്ടുകൾ നിർമ്മിക്കുകയും ചെയ്തു. അദ്ദേഹം ഇത് കുറച്ചു വർഷത്തേക്ക് ഒരു വേനൽക്കാല വിശ്രമ വസതിയായും ഉപയോഗിച്ചു. ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഒരു പൈതൃക സ്മാരകമായി കണക്കാക്കിയിട്ടുള്ള കനകക്കുന്ന് കൊട്ടാരം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി മൃഗശാലയ്ക്കും നേപ്പിയർ മ്യൂസിയത്തിനും സമീപം സ്ഥിതി ചെയ്യുന്ന കനകക്കുന്ന് കൊട്ടാരം ഒരു വാസ്തുവിദ്യ അത്ഭുതം മാത്രമല്ല, ഒരു സാംസ്കാരിക കേന്ദ്രവും കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗാർഡൻ കനകക്കുന്ന് കൊട്ടാരവളപ്പിലാണ്. പൂന്തോട്ടത്തിലെ ഏതു ചെടികളും QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ അവയുടെ ബൊട്ടാണിക്കൽ നാമം, സ്പീഷീസ്, നേറ്റിവിറ്റി തുടങ്ങിയ വിശദ വിവരങ്ങൾ നമുക്കറിയാൻ കഴിയും. കൊട്ടാരത്തിൻ്റെ രൂപകൽപ്പന മനോഹരമാണ്. ചുവന്ന ഇഷ്ടിക കൊണ്ട് കെട്ടിയ ചുവരും വെളുത്ത കല്ലുപാകിയ തറയും ഗോതിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയും വൃത്താകൃതിയിലുള്ള ഹാളും നിയോ ക്ലാസിക്കൽ പ്രവേശന പോർട്ടിക്കോയും കൊട്ടാരത്തിനുണ്ട്. കെട്ടിടത്തിനുള്ളിൽ രാജകീയ മാതൃകയിലുള്ള ഫർണിച്ചറുകൾ കാണാം. ഇന്ന് നിരവധി സാംസ്കാരിക പരിപാടികൾ, സെമിനാറുകൾ എന്നിവയ്ക്കുള്ള ഒരു ജനപ്രിയ വേദിയായി കൊട്ടാരം പ്രവർത്തിക്കുന്നു. കൊട്ടാര പരിസരത്ത് 2 ഓഡിറ്റോറിയങ്ങളുണ്ട്. ഒരു ഓപ്പൺ എയർ വേദിയായ നിശാഗന്ധി ഓഡിറ്റോറിയവും സൂര്യകാന്തി ഓഡിറ്റോറിയവും ഇതിൽ ഉൾപ്പെടുന്നു.